സാധാരണ മാർക്കറ്റുകളിൽ അവൈലബിൾ ആയിട്ടുള്ള ജ്യൂസുകളും ഈസയും തികച്ചും ഡിഫറെൻ്റ് ആണ്. സർ, എങ്ങനെയാണ് ഈസയുടെ ഒരു പ്രൊഡക്ഷൻ പോകുന്നത്? മറ്റു ജ്യൂസുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആകുന്നത് അതിൻ്റെ എല്ലാം ടേസ്റ്റ് ഇക്വാലൻ്റ് ആയിട്ടുള്ള മറ്റ് കെമിക്കൽ സബ്സ്റ്റൻസുകൾ എല്ലാം മിക്സ് ചെയ്താണ് പോകുന്നത്. അതിൽ മിക്സ് ചെയ്ത് അതും വെള്ളത്തിലേക്ക് കോൺസെൻട്രേറ്റ് ആക്കി മാറ്റിയിട്ട് അതിലേക്ക് ആൾക്കാരുടെ കണ്ണിൽ പൊടിയിടാൻ ഓർഗാനിക് ആണെന്ന് വരുത്തുന്നതിന് വേണ്ടിയിട്ട് വളരെ കുറച്ച് നാച്ചുറൽ സബ്സ്റ്റൻസും കൂടി ആഡ് ചെയ്യും. ഇത് കഴിഞ്ഞതിന് ശേഷം അത് കോൾഡ് പ്രോസസ്സാണ് അതിൽ നടക്കുന്നത്. കാര്യം വെച്ചാൽ വളരെ വെള്ളം തണുപ്പിച്ച് പ്യൂരിഫൈ ചെയ്ത വെള്ളം അതിലേക്ക് ഡൈല്യൂട്ട് ചെയ്ത് ആ 7 ഡിഗ്രി മുതൽ 3 ഡിഗ്രി വരെയുള്ള ടെമ്പറേച്ചറുകളിൽ നിറയ്ക്കുകയാണ് ബാക്കി എല്ലാ പ്രോസസ്സിലും ചെയ്യുന്നത്. പക്ഷെ ഇവിടെ കംപ്ലീറ്റ് ഓർഗാനിക് ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുക. കരിമ്പിൻ്റെ പ്രോസസ്സ് നടക്കുന്നതും തെർമൽ പ്രോസസ്സാണ്. പൈനാപ്പിളിൻ്റെ പ്രോസസ്സ് നടക്കുന്നതും തെർമൽ പ്രോസസ്സാണ്. അപ്പോൾ ഇതെല്ലാം തെർമൽ പ്രോസസ്സിൽ നടന്ന് 75 ഡിഗ്രിയിലാണ് നമ്മളിത് ഫില്ല് ചെയ്യുന്നത് തന്നെ. ആ 75 ഡിഗ്രിയിൽ ഫില്ല് ചെയ്യുമ്പോൾ ഈ ബാക്കിയുള്ളവരുടെ പ്രോസസ്സും ഇസ പ്രൊഡ്യൂസ് ചെയ്യുന്നതും പ്രോസസ്സ് ചെയ്യുന്നതും എല്ലാം ഡിഫറെൻ്റ് ആണ്. കാര്യം ഓർഗാനിക് ആയതുകൊണ്ടാണ് ഇത്രയും ഡിഫറൻസ് വരുന്നത്. അതേസമയം കെമിക്കൽ കൂട്ടി ഞങ്ങൾക്ക് വേണമെങ്കിൽ ഷെൽഫ് ലൈഫ് കൂട്ടാം, പക്ഷെ ഞങ്ങൾ ചെയ്തിട്ടില്ല. രണ്ടാമത് ഈ ടേസ്റ്റ് കളയുന്ന ഒരു സബ്സ്റ്റൻസുകളെ അതിന് ആർട്ടിഫിഷ്യൽ ടേസ്റ്റ് ചേർത്ത് കെമിക്കൽ ചേർക്കാം. പക്ഷേ ആ കെമിക്കൽ ചേർക്കാതെ ആളുകൾക്ക് പ്രയോജനകരമായിട്ടുള്ള രീതിയിൽ തന്നെ നാച്ചുറലായിട്ട് കൊടുക്കണം. അതിനുവേണ്ടിയാണ് ഇത് വന്നാൽ ഞാൻ പ്രോസസ്സുകൾ കാണിച്ചു തരാം. നമുക്ക് ഈസയുടെ പ്രൊഡക്ഷൻ ഒന്ന് കാണാം, എങ്ങനെയാണ് ഇതിന്റെ പ്രോസസ്സ് പോകുന്നത് എന്നുള്ളത് ഒന്ന് കാണാം. തീർച്ചയായും. ഇവിടെ നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവരുന്നത് ആദ്യം വരുന്നത് പൈനാപ്പിളുകളാണ്. ഈ പൈനാപ്പിളുകൾ നമ്മൾ എടുക്കുന്നത് തന്നെ വാഴക്കുളം മാർക്കറ്റിലെ മൂവാറ്റുപുഴ, പിന്നെ കൂത്താട്ടുകുളം, അതേപോലെയുള്ള നമ്മുടെ തൊട്ടടുത്ത സ്ഥലങ്ങളിലാണ് ഇതെടുക്കുക. ഈ പൈനാപ്പിൾ കർഷകരിൽ നിന്ന് നേരിട്ടാണ് നമ്മൾ വാങ്ങുന്നത്. ഇത് BC, കാലി എന്ന് പറയുന്ന 3 വെറൈറ്റീസ് മാത്രമാണ് നമ്മൾ. ഏച്ചക്ക കർഷകർക്ക് നല്ല വില ലഭിക്കും. ആ ഏച്ചക്ക മിക്കവാറും എക്സ്പോർട്ടിന് പോവുകയാണ് ചെയ്യുക. അപ്പോൾ BC, കാലി എന്ന് പറയുന്ന ചക്ക എടുത്ത് നമ്മളിവിടെ കൊണ്ടുവന്ന് അതിനെ തരംതിരിച്ച് മാറ്റും. അതിൻ്റെ അളവും അതിൻ്റെ പഴുപ്പും അതിൻ്റെ സൈസും വെച്ച് തരംതിരിച്ച് മാറ്റും. തരംതിരിച്ച് മാറ്റിയതിന് ശേഷം ഇതാണ് ഞങ്ങളുടെ ഓസോൺ പ്യൂരിഫയിങ് റൂം. ഇതിൻ്റെ തല മാത്രം അതേപോലെ ഒടിച്ചു മാറ്റി ഇത് നേരെ ഓസോൺ പ്യൂരിഫയിങ് റൂമിൽ വെച്ച് 3 മണിക്കൂർ നേരത്തേക്ക് ഓസോണിൻ്റെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കും. അപ്പോൾ ഇതിൻ്റെ അകത്തുണ്ടാകുന്ന ചെറിയ ചെറിയ സൂക്ഷ്മാണുക്കൾ, അതേപോലെയുള്ള എല്ലാ വിധത്തിലുള്ള പ്രാണികൾ, കീടങ്ങൾ, ഇതെല്ലാം ആ ഓസോൺ ട്രീറ്റ്മെൻറ്റിൻ്റെ സമയത്ത് അത് കൊല്ലപ്പെടും. പ്യൂരിഫിക്കേഷൻ്റെ ഫസ്റ്റ് പ്രോസസ്സ് അതാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ തൊലി മുഴുവനുമായിട്ട് ഞങ്ങൾ കട്ട് ചെയ്യും. കട്ട് ചെയ്തതിന് ശേഷം അതൊരു ഞങ്ങളായിട്ടുണ്ടാക്കിയിരിക്കുന്ന ഒരു പ്രോസസ്സാണ്. കാര്യം കോസ്റ്റിക് സോഡ എന്ന് പറയുന്ന ലായനിയെ കലക്കിയിട്ട് അതിലാണ് ഈ പൈനാപ്പിൾ കഴുകുക. ഇത് പൈനാപ്പിൾ കഴുകിയിട്ട് ഇത് കഴുകിയതിന് ശേഷമാണ് തിരിച്ച് നമ്മൾ അകത്തേക്ക് ഇതിപ്പോൾ പ്രീ പ്രോസസ്സിങ് യൂണിറ്റാണിത്. ഈ പ്രീ പ്രോസസ്സിങ് യൂണിറ്റിൽ യാതൊരു കാരണവശാലും പ്രോസസ്സിങ്ങിൻ്റെ ഒരു പരിപാടിയും നമ്മളിവിടെ നടത്തിയിട്ടില്ല. അങ്ങനെ നടത്താത്തത് കൊണ്ട് ഈ പ്രോസസ്സിങ് മെത്തേഡുകൾ മാത്രം, പ്രീ പ്രോസസ്സിങ് മെത്തേഡുകൾ മാത്രമാണ് FSSAI റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പ്രകാരം ഇവിടെ നടക്കുന്നത്. അതേപോലെ തന്നെയാണ് കരിമ്പ്. ആ കരിമ്പ് എടുക്കുന്ന ആ കരിമ്പ് ഈ ദ്വാരത്തിലൂടെ ഇട്ട് പുറത്തേക്ക് കൊണ്ടുവരും. അപ്പോൾ ഈ കരിമ്പിൻ്റെ അകത്തുള്ള എല്ലാ വിധത്തിലുള്ള ഇമ്പ്യൂരിറ്റീസും ഒന്ന് നമ്മൾ ചീവി കളയുന്നതിന് പകരം ഇതിൽ കൂടി കളയാൻ പറ്റും. കാര്യം ഇതിൻ്റെ അകത്ത് വയർ ബ്രഷാണ്. ആ വയർ ബ്രഷ് കൊണ്ടാണ് നമ്മളിത് ക്ലീൻ ചെയ്ത് പുറത്തേക്ക് എടുക്കുന്നത്. ഈ കരിമ്പും ഇതേപോലെ കോസ്റ്റിക് സോഡയിൽ കഴുകി തുടച്ചാണ് നമ്മൾ പ്രീ പ്രോസസ്സിങ് യൂണിറ്റിൽ നിന്ന് പ്രോസസ്സിങ് യൂണിറ്റിലേക്ക് മാറ്റുന്നത്. ഇവിടുന്ന് തന്നെ ഇഞ്ചി മാത്രമാണ്, വേറൊരു പ്രോസസ്സിങ് ചെയ്യാതെ, ക്ലീനിങ് ഒന്നും ചെയ്യാതെ ഇഞ്ചി മാത്രമാണ് അകത്തേക്ക് പോകുന്നത്. കാന്താരി ആണെങ്കിൽ പോലും അതും കോസ്റ്റിക് സോഡയിൽ കഴുകിയിട്ടാണ് നമ്മൾ നിലവിൽ അകത്തേക്ക് പ്രീ പ്രോസസ്സിങ് യൂണിറ്റിലേക്ക് പോകുന്നത്.